നമ്മുടെ LGS പരീക്ഷ വരുവാണ്. സിലബസ് നിങ്ങൾക്കറിയാം. സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഞ്ചവത്സര പദ്ധതികൾ. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാകും. റിവിഷനായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ടോപ്പിക്കിലുള്ള ഒരുപാട് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അതിൽ റാൻഡമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. റിവിഷൻ രീതിയിൽ കേൾക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് തുടക്കം. അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ കൃഷി, ജലസേചനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കാർഷിക പദ്ധതി, ഹരോൾഡ് ഡോമർ മാതൃക എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചതും ഈ KN രാജ് തന്നെയാണ്. പിന്നെ ഈ ഒന്നാമത്തേൽ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചതും UGC നിലവിൽ വന്നതും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IITകൾ നിലവിൽ വന്നതും അതുപോലെ തന്നെ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത്, ഇതെല്ലാം നടന്നിരിക്കുന്നത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് രീതിയിലൊക്കെ വരാം. അതുകൊണ്ട് ഇത് മൊത്തം പഠിച്ചു വെച്ചേക്കണം. ഇതുപോലെ പോയിൻ്റ് വൈസായിട്ട് പഠിച്ചു വെച്ചേക്കണം. പിന്നെ പറയാൻ പറ്റുന്നത് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരുന്നു, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഇതൊന്ന് വായിച്ചു വെച്ചേക്കണം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അതിലുള്ള ഫുൾ പോയിൻ്റ് സ്ക്രീനിൽ കാണാം. മെയിനായിട്ട് പറയാൻ പറ്റുന്നത് വ്യവസായത്തിന് ഊന്നൽ നൽകി മഹലനോബിസ് മാതൃകയിൽ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഛത്തീസ്ഗഡിലെ ഭിലായ്, ഒഡീഷയിലെ റൂർക്കേല എന്നീ പ്രധാന വ്യവസായശാലകൾ നിർമ്മിച്ചത് ഈ രണ്ടാമത്തെ പദ്ധതി കാലത്തിലാണ്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയും ഈ രണ്ടാമത്തേതാണ്. ഈ പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം 1956, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഇവിടെ പറയുന്ന ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി മഹലനോബിസ്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചു വെച്ചേക്കണം. മൂന്നാമത്തേലോട്ട് പോകുമ്പോൾ അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഭക്ഷ്യ ഉൽപ്പാദനം. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപ്പാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാമത്തേത്. 1962 ചൈന യുദ്ധവും 65 പാക് യുദ്ധവും ഈ കാലഘട്ടത്തിലാണ് നടന്നത്. ഇത് ആ ടൈമിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയിരുന്നു. ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ടൈമിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഈ മൂന്നാമത്തേന് ശേഷം പ്ലാൻ ഹോളിഡേ വന്നു. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി, യുദ്ധങ്ങളൊക്കെ വന്നതോടുകൂടി. 66-69 കാലഘട്ടം. ഈ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രി. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് ഈ 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. അതിനെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അവിടെ നാലാമത്തിലോട്ട് പോകുമ്പോൾ അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് അന്ന് ദേശസാൽക്കരിച്ച, അതായത് നാഷണലൈസ്ഡ് ആക്കിയ ബാങ്കുകളുടെ എണ്ണം 14. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതി നാലാമത്തേതാണ്. ഈ ടൈമിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രധാനമായും ഊന്നൽ നൽകിയത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഇന്ത്യ പാക് യുദ്ധം 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും ഈ കാലഘട്ടത്തിലാണ്, നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയും നാലാമത്തേതാണ്. നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അവിടെ നിന്ന് അഞ്ചാമത്തിലോട്ട് വരുമ്പോൾ അഞ്ചാമത്തെ മെയിനായിരുന്നു, കാരണം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് റാൻഡമായിട്ട് പറയാൻ പറ്റുന്നത് ഊന്നൽ നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തേലാണ്. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975, അതും ഈ കാലത്താണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന DP ദാർ. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയും അഞ്ചാമത്തേതാണ്. പിന്നെ വെളിയിൽ നിന്ന് പറയാൻ പറ്റുന്നത് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ലോകത്തിലാദ്യമായി പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് ജോസഫ് സ്റ്റാലിൻ 1928.
ഇനി അഞ്ചാമത്തിലോട്ട് തന്നെ വരുമ്പോൾ ഇന്ത്യയിൽ 20 പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി 1975 ഈ കാലത്താണ്. ഈ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ICDS സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നതും ഒക്ടോബർ 2, 1975. പിന്നെ അഞ്ചാമത്തേൽ പറയുന്ന ഒരു മെയിൻ കാരണം മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചു. അപ്പോൾ കൺക്ലൂഷൻ, കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി 5ാമത്തേതാണ്. ഇത് നിർത്തലാക്കിക്കൊണ്ട് വന്നതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാൻ ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലായിക്കൊണ്ടാണ്. 1978-80 കാലഘട്ടം. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാൽ, നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്. ഈ റോളിംഗ് പ്ലാന് ശേഷം നേരെ 6ലോട്ടാണ് പോകുന്നത്, 6ാം പഞ്ചവത്സര പദ്ധതി. ഇതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ലക്ഷ്യങ്ങൾ: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം. NREP, RLEGP, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയത് ഈ 6ാമത്തെ പഞ്ചവത്സര പദ്ധതി ടൈമിലാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ ആരംഭിച്ചതും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അവിടെ നിന്ന് 7ലോട്ട് പോകുമ്പോൾ ആ ടൈമിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, പ്രധാന ലക്ഷ്യങ്ങൾ: ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഈ 7ാം പഞ്ചവത്സര പദ്ധതി ടൈമിലാണ് NREPയും RLEPയും കൂടെ ലയിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന JRY നടപ്പിലാക്കിയത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡേറ്റ് April 1, 1989. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി 7ാമത്തേത്. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് സാം പിത്രോഡ. അതിനുശേഷം വാർഷിക പദ്ധതി 1, 7-നും 8-നും ഇടയ്ക്ക് വന്നതാണ് വാർഷിക പദ്ധതി ആനുവൽ പ്ലാൻ. 90-92 കാലഘട്ടം. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിലാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ് PV നരസിംഹറാവു. മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ ധനമന്ത്രി. അവിടെ നേരെ പോകുന്നത് 92-ലെ 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 8ാമത്തേതാണ്. ഇതിൻ്റെ പ്രധാന അടിസ്ഥാന ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനുഷിക വികസനം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്? 8ാമത്തേത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നതും 8ാം പഞ്ചവത്സര പദ്ധതി ടൈമിലാണ്. അവിടെ നേരെ പോകുന്നത് 9ാമത്തേലാണ്. 9ാമത്തേത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാമത്തേത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9ാമത്തേത്. PSCയിൽ 8ഉം പറയുന്നുണ്ട്, അതൊരു കൺഫ്യൂസിംഗ് ആണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാമത്തേത്. പ്രധാന ലക്ഷ്യം: 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് 2ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത്? 9ാമത്തെ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാമത്തെ. അവിടെ നേരെ 10ലോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിന് കാരണം 2001-ലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. പ്രധാന ലക്ഷ്യങ്ങൾ: ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാമത്തേതാണ്, 10ാം പഞ്ചവത്സര പദ്ധതി. 11ലോട്ട് വരുമ്പോൾ മെയിൻ സാധനം ആധാറാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി ടൈമിലാണ്. ഈ പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 8%. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11. അവിടെ നിന്ന് അവസാനത്തെ 12ലോട്ട് പോകുന്നതിന് മുമ്പ് ഷോർട്ട് കട്ട്: ഹരോൾഡ് ഡോമർ മാതൃക 1ാമത്തേത്, മഹലനോബിസ് മാതൃക 2ാമത്തേത്, ഗാഡ്ഗിൽ മാതൃക 4ാമത്തേത്, മൻമോഹൻ മാതൃക 8ാമത്തേത്.
12-ാം പഞ്ചവത്സര പദ്ധതി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനാണ് മുഖ്യ ലക്ഷ്യം. സുസ്ഥിര വികസനം. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4%. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. വായിച്ച് നോക്കണം, റിവിഷനായിട്ട് എടുക്കാവുന്നതാണ്. LGS പരീക്ഷയ്ക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്, കാരണം ചെറിയ സിലബസാണ്. പിന്നെ നമുക്കൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വലിയ ഒന്നുമല്ല, ചെറുതായിട്ടൊരു SCERT NCERT ഇൻക്ലൂഡ് അല്ല, SCERT ടൈപ്പ് ഇൻക്ലൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ബുക്ക്. അത് LGS LDC പോലുള്ള എക്സാമിനൊക്കെ യൂസ്ഫുള്ളാവുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് എക്സാമോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൊരു ചോദ്യമോ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുന്നത് കമൻറ്റ് പിക്കർ വെച്ച് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് ആ ബുക്കിൻ്റെ പൈസയോ അല്ലെങ്കിൽ ഇത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യാം. ഉടനെ ചെയ്യാം അത്.